ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആരും ചർച്ച ചെയ്യാത്തത് എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും അധികം ആളുകൾ എടുക്കാത്തൊരു വിഷയവുമായിട്ടാണ്. നമ്മുടെ അമ്മ സംഘടനയിൽ അവരൊരു സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു അമ്പലത്തിനെ ശ്വേതാമേനോൻ സമീപിക്കുകയും ആ അമ്പലത്തിലെ ചെയർമാൻ, അതായത് വെണ്ണല ശ്രീ മഹാദേവ ക്ഷേത്രമാണ്, അവിടുത്തെ ചെയർമാനാണ് ശ്രീ നന്ദകുമാർ. അദ്ദേഹവുമായി സംസാരിക്കുകയും ഒരു 75 ലക്ഷം രൂപ അവർക്ക് കൊടുക്കാമെന്ന്, അതായത് അമ്മ സംഘടനയ്ക്ക് അവരുടെ കുടുംബസംഗമം നടത്താൻ വേണ്ടി അമ്പലം അവർക്ക് കൊടുക്കുകയാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? അമ്പലം ഒരു അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് അങ്ങോട്ട് കാശ് കൊടുക്കുകയാണ്. സാധാരണ അമ്പലം നമ്മളുടെ കയ്യിൽ നിന്ന് അമ്പല കമ്മിറ്റിക്കാരൊക്കെ വാങ്ങുന്നതായിട്ട് നമുക്കറിയാം. പക്ഷേ ഒരു അമ്പലം അങ്ങോട്ട് പൈസ കൊടുക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ആദ്യമായി കേൾക്കുകയാണ്. ചിലപ്പോൾ നമുക്ക് കേട്ടുകേഴ്വിയില്ലാത്ത വിഷയമായതുകൊണ്ടാവാം നമ്മളൊന്ന് കണ്ണു തള്ളുന്നത്. എന്തായാലും ചെറിയ പൈസയൊന്നുമല്ല, ഒരു 70 ലക്ഷത്തിൻ്റെ കണക്കാണ് പറയുന്നത്. 30 ലക്ഷം അവർ കൊടുത്തു, ഇനി ബാക്കി കൊടുക്കാനുണ്ടത്രേ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറയുന്ന ന്യായങ്ങൾ, അതായത് ചെയർമാൻ പറയുന്ന ന്യായങ്ങൾ എന്ന് പറഞ്ഞാൽ, ശ്വേതാമേനോൻ നമ്മുടെ അമ്പലത്തിനെ പ്രാർത്ഥിക്കാനൊക്കെ വന്നിട്ടുണ്ട്, പല പരിപാടികൾക്കും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാശ് കൊടുത്തിട്ടാണ് കേട്ടോ വന്നത്, ഫ്രീ ആയിട്ടൊന്നും അല്ല വന്നത്. അതുപോലെ തന്നെ അവർ പറയുന്നത്, ഇപ്പോൾ അമ്പലത്തിൽ, അതായത് ദൈവങ്ങളോടുള്ള ഭക്തിയൊക്കെ ആളുകൾക്ക് കുറഞ്ഞു വരികയാണ്. അപ്പോൾ അത് കൂട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള പരസ്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വലിയൊരു പ്രോഗ്രാം നടക്കുമ്പം ഈ അമ്പലത്തിൻ്റെ പേര്, അതായത് മഹാദേവ ക്ഷേത്രം വെണ്ണല എന്ന് പറഞ്ഞ് അടിച്ചു വരുമ്പം, അതായത് പോസ്റ്റർ അടിച്ചു വരുമ്പോൾ അവർക്കതൊരു പബ്ലിസിറ്റി ആവും. അതായത് ആർക്കാ? ദൈവത്തിന്. ദൈവം ഇത് വല്ലതും അറിയുന്നുണ്ടാവോ? എനിക്കറിയില്ല. എന്തായാലും അമ്പല കമ്മിറ്റിക്കാരുടെ വിചിത്രമായ വാദമാണിത്. ഇത് കേട്ടപ്പോൾ ഒരു അത്ഭുതം തോന്നി. കാരണം ദൈവത്തിന് എന്തിനാണ് പണം? ദൈവത്തിന് പണം ആവശ്യമില്ല അല്ലേ? ഇപ്പം നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഒരു സങ്കടം തോന്നിക്കഴിഞ്ഞാൽ കേൾക്കാൻ ഒരാൾ, പറയാൻ ഒരാൾ, ഇങ്ങനെയാണ് പല ആളുകളും അമ്പലത്തിലേക്ക് ഓടിപ്പോകുന്നത്. പക്ഷേ ദൈവത്തിന് പണം വേണം, അല്ലെങ്കിൽ ദൈവത്തിന് കൂടുതൽ, ഈ ദൈവമാണ് കൂടുതൽ ശക്തിയുള്ളത്, ഈ ദൈവത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, ഈ അമ്പലത്തിനാണ് കൂടുതൽ ഉഗ്രമൂർത്തി ഇരിക്കുന്നതെന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അങ്ങനെ ഒരു പബ്ലിസിറ്റി വേണമെങ്കിൽ ഇതുപോലുള്ള സിനിമാക്കാരുടെ പരിപാടികൾക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അമ്പലം കുറച്ചുകൂടി ഫേമസ് ആകും. കാരണം ഇതുപോലുള്ള സിനിമാക്കാർ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഫിലിം സ്റ്റാർസ്, അതുപോലുള്ള ആളുകൾ, ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കാണ് കൂടുതൽ അന്ധവിശ്വാസമുള്ളത്. അന്ധവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫിലിം കരിയറിൽ അവർക്ക് ഉയർച്ച ഉണ്ടാവുക, താഴ്ച ഉണ്ടാവുക, കുറേ ജ്യോതിഷനെ കൊണ്ടൊക്കെ നോക്കിച്ച്, അതുപോലെ അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച് ചരട് ജപിച്ച് കെട്ടി, ഇതൊന്നും മോശമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ അന്ധവിശ്വാസം കൂടുതലുള്ളത് ഈ സിനിമാക്കാരുമായി ബന്ധപ്പെട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. നാട്ടുകാർക്കൊക്കെ ഉണ്ടെങ്കിൽ പോലും കുറച്ചുകൂടെ അവർക്ക് മറ്റുള്ളവർക്കിട്ടൊക്കെ പാര വെക്കാനായിട്ട് കൂടോത്രം ചെയ്യുന്ന പരിപാടിയൊക്കെ ഇവർക്കൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും ഉണ്ടെങ്കിലും കുറച്ച് കൂടുതൽ ഇവർക്ക് ഉണ്ടോ എന്നൊരു സംശയം. അപ്പം